ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ സെഞ്ചൂറിയൻ പ്രിട്ടോറിയ എന്ന് പറയുന്ന സ്ഥലത്തൊരു ടെമ്പിളിൽ വന്നേക്കാണ്. ഹിന്ദുവിനൊക്കെ ഒരു ടെമ്പിളിൽ പോകണമെന്ന് പറഞ്ഞു. കുറേ കാലമായി പിന്നെ ആ ഒരു ലോങ് ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പുറത്തൊന്നും ഇറങ്ങുന്നില്ലായിരുന്നു. അപ്പോൾ പിന്നെ പോയേക്കാമെന്ന് വിചാരിച്ചു. ഇതാ കേട്ടോ, ഇത് ശിവൻ്റെ അല്ലേ ഇത് ടെമ്പിള്? ശിവൻ്റെ ടെമ്പിളാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ടെമ്പിളിൽ പോകുന്നത്. ഇവിടുത്തെ രീതികളൊന്നും എനിക്കറിയില്ല. ഇവിടെ അങ്ങനെ ആൾ നനക്കൊന്നുമില്ല, ഭയങ്കര ഒരു ശാന്തതയാണ്. അതുകൊണ്ടാണ് ഞാൻ നല്ല പതുക്കം സംസാരിക്കുന്നത്. ഒരു വ്ളോഗ് എടുക്കണം എന്നൊരു തീരുമാനത്തോടെ അല്ല ഞങ്ങൾ ഈ ഒരു അമ്പലത്തിൽ വന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ ചെറിയൊരു വ്ളോഗാണ്. പെട്ടെന്ന് എടുത്തൊരു തീരുമാനം ആയതുകൊണ്ട് ഈ ഒരു അമ്പലത്തിൻ്റെ ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നും എനിക്കങ്ങനെ അറിയത്തുമില്ലായിരുന്നു. ഞാൻ എൻ്റെ ലൈഫിലും ആദ്യമായിട്ടാണ് ഒരു അമ്പലത്തിൽ പോകുന്നത്. എൻ്റെ വീടിനടുത്ത് 1-2 അമ്പലങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഇതുവരെ അതിനുള്ളിലൊന്നും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതെ, ഇവിടെ ഒരു പീക്കോക്ക് ഉണ്ട്. ഞാൻ ആ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ ഒരു മയിൽ വന്നത്. അപ്പം പോപ്പി ആ മയിലിനെ കണ്ടിട്ട് എക്സൈറ്റഡ് ആയിട്ട് അവൻ അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ, അതിനെ ടച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മളതിനെ തൊട്ടിട്ട് അത് കൊത്താൻ വല്ലതും വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അവനോട് കുറച്ച് മാറി നിന്നിട്ട് അവൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ അതിൻ്റെ കൂടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അവൻ പോകാൻ നേരം മയിലിനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ടാണ് പോയത്. ഞാൻ ഇങ്ങനെ ഒരു അമ്പലത്തിൻ്റെ സെറ്റപ്പും ആദ്യമായിട്ടാട്ടോ കാണുന്നത്. കൂടുതലും സിനിമകളിൽ കണ്ടുള്ള പരിചയത്തിൽ നമ്മൾ ആ പുറത്ത് നിന്ന് തൊഴുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ഒരു പള്ളിയൊക്കെ പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഉള്ളിലേക്ക് കയറാനും അവിടെ അങ്ങ് ദൂരെ നമുക്ക് പള്ളികളിലെ വെച്ച് പറയുകയാണെങ്കിൽ അൾത്താര ഉണ്ടാവും. അപ്പം ആ ഒരു അൾത്താരയിൽ ആണ് അവിടെ ഇങ്ങനെ വിഗ്രഹങ്ങളൊക്കെ വെച്ചേക്കുന്നതും ഒക്കെ. അപ്പം ഇങ്ങനൊരു സെറ്റപ്പിൽ ഞാനൊരു അമ്പലം നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇതാ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. അപ്പം ഇവിടെ ആണെങ്കിൽ പല ദൈവങ്ങളുടെ ഉണ്ട്. എനിക്കങ്ങനെ കൃത്യമായിട്ട് അറിയത്തില്ല. ചില ഇതൊക്കെ അവരവിടെ പേരെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ശിവലിംഗം ഉണ്ടായിരുന്നു, പിന്നെ മുരുകൻ ഉണ്ടായിരുന്നു. അങ്ങനെ പല ദൈവങ്ങളുടെ വിഗ്രഹങ്ങളും അവരവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതാ സൈഡിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അവർ കുറേ ബെഞ്ചുകളും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മൾ ക്രിസ്ത്യൻസൊക്കെ പള്ളികളിൽ വന്നിരുന്ന് നമുക്ക് കുറേ സമയം പ്രാർത്ഥിക്കാമെന്നൊരു രീതിയിൽ നമുക്ക് അമ്പലത്തിൽ പോയിട്ടും അതുപോലെ ഇരുന്ന് നമ്മുടെ മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഉള്ളൊരു ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നോട്ടാട്ടോ ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അവിടെ ആ സമയം മറ്റു പലരും വരികയും കുറേ ഫ്രൂട്ട്സൊക്കെ ആണെങ്കിലും അവിടെ കൊണ്ട് വെക്കുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എനിവേ ഞാനത് വീഡിയോ എടുത്തിട്ടില്ല. അതുപോലെ നമ്മൾ പുറത്തേക്ക് വരുമ്പോഴാണെങ്കിലും അവിടെ ഇങ്ങനെ കുറേ വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെയും ആളുകൾക്ക് പ്രാർത്ഥിക്കാനും അവിടെ തിരി കത്തിക്കുന്നതും, തിരിയല്ല കേട്ടോ, സാമ്പ്രാണിയും അങ്ങനത്തെയൊക്കെ കത്തിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ അവർ അവിടെ കുറച്ച് മയിലിനെ വളർത്തുന്നുണ്ടായിരുന്നു. പീക്കോക്കും പീക്ക് ഹെന്നും അവിടെ ഉണ്ടായിരുന്നു. അതിനെ ഒരെണ്ണമായിരിക്കാം ഈ കൂടിയിൽ നിന്ന് പുറത്ത് വന്നാണോ അതോ അതിനെ പുറത്ത് വിട്ടേക്കുന്നതാണോ എന്നറിയില്ല. ഇന്ദു അവിടെ നിന്ന് പ്രാർത്ഥിച്ചതിനൊക്കെ ശേഷം 1-2 ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പോയേക്കാമെന്ന് പറഞ്ഞു. അപ്പം അവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഒരു മലയാളി റെസ്റ്റോറൻറ്റ് ഉള്ളത്. നമ്മളവിടെ പലതവണ പോയിട്ടൊക്കെ ഉണ്ട്. അപ്പം അങ്ങോട്ടേക്ക് പോവാം, അവിടുന്ന് നമുക്ക് ലഞ്ച് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ അവിടേക്ക് പോയി. അതായത് കണ്ടോ, നമ്മൾ ആ ഒരു അമ്പലത്തിലേക്ക് കയറുമ്പോൾ അവരവിടെ മതിലിലൊക്കെ വരച്ച് വെച്ചേക്കുന്ന കേട്ടോ. നമ്മുടെ നാട്ടിലെ ആ ഒരു ഇതുപോലൊക്കെ എനിക്ക് തോന്നി. എന്ത് സ്റ്റോറിയാണെന്ന് എനിക്കറിയില്ല, ഞാൻ ഇങ്ങേ അറ്റത്തുനിന്ന് വന്നത് കാരണം. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ അവിടെ എത്തി. ഞങ്ങൾ കിഴിപ്പൊറോട്ടയായിരുന്നു ഓർഡർ ചെയ്തത്. കുറേ കാലമായിട്ട് കിഴിപ്പൊറോട്ട കഴിക്കണം എന്ന് വിചാരിച്ചിരുന്നത് കാരണം അത് തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ ഒരു നെയ്ച്ചോറും പിന്നെ പൊതിച്ചോറും ഓർഡർ ചെയ്തു. പൊതിച്ചോറൊക്കെ കഴിച്ചിട്ട് കുറേ കാലമായിരുന്നു. വാഴയിലയുടെ മണം ഇല്ല, ഇവൻ അന്ന് കഴിച്ചായിരുന്നു. സ്പൈസി എന്ന് പറഞ്ഞ് മാറിയത് കാരണം നമ്മുടെ പൊറോട്ട എക്സ്ട്രാ വാങ്ങിച്ചു. ഇല്ല, അന്ന് കഴിച്ചില്ല അവൻ. അങ്ങനെ ഞങ്ങളൊരു ചിക്കൻ കിഴിപ്പൊറോട്ടയും ബീഫ് കിഴിപ്പൊറോട്ടയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എങ്കിലും ചിക്കനേക്കാൾ ഒരുപടി മുന്നിൽ നിന്നത് ബീഫ് തന്നെയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പോപ്പിക്കും ഈ സംഭവം ഇഷ്ടമാണ്. പൊതുവേ നമ്മൾ എന്ത് കൊടുത്താലും സ്പൈസി ആണെങ്കിൽ അവൻ സ്പൈസി ആണെന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന ആൾ. പക്ഷേ ഈ ഒരു കിഴിപ്പൊറോട്ടയിലെ പൊറോട്ട നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പൊറോട്ടയൊക്കെ അവൻ നല്ല അടിപൊളിയായിട്ട് കഴിച്ച് തീർക്കാറുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഒരു മധുരം കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചപ്പോഴത്തേക്കും മെനുവിൽ പുട്ട് ഐസ്ക്രീം കണ്ടു. നമ്മുടെ നാട്ടിൽ പണ്ട് ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു സാധനമാണ്. അപ്പോൾ പിന്നെ അത് വാങ്ങിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുട്ട് ഐസ്ക്രീം ആട്ടോ ഓർഡർ ചെയ്തേ. ഇവിടെ അമ്മയുടെ അടുത്ത് ബാ. അങ്ങനെ അതുമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. വളരെ ചെറിയൊരു വ്ളോഗാണ്. ഞാനങ്ങനെ പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.